ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. ചന്ദ്രേട്ടനെ ഓർത്ത് ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഇതായിരിക്കില്ല പ്രതികരണം. വാ, ഇനിയുള്ള നേരത്തിൽ പോയി കിടന്ന് ഉറങ്ങാം. കിട്ടി. കിരി പറഞ്ഞ എത്ര ശരിയാ. സെക്കൻഡ് കബോർഡ്, രണ്ടാമത്തെ റോ. തെറ്റിപ്പോയത് എനിക്കാ. ഇപ്പൊ തന്നെ ഗിരിയെ വിളിച്ച് ഹാർഡ് ഡിസ്ക് കിട്ടിയ കാര്യം പറയാം. ഹലോ ഹലോ, കിട്ടിയോ? എന്ത്? നേരത്തെ പറഞ്ഞ ഹാർഡ് ഡിസ്ക്. ആ, ഗ്രേറ്റ്. അത് അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി. വാങ്ങാൻ ഓഫീസിൽ നിന്ന് ആള് വരും. ശരി. ആ പിന്നെ നേരത്തെ എനിക്ക് ആ വാർഡ്രോബിലെ ഡ്രോയർ മാറിപ്പോയതാ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓഫീസ് തിങ്സ് എവിടെയാണെന്നും പേഴ്സണൽ തിങ്സ് എവിടെയാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഗുഡ് ഗുഡ്. ഇനി അബദ്ധത്തിൽ പോലും തെറ്റായ ഡ്രോസ് ഒന്നും തുറന്നേക്കരുത് പ്ലീസ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. തെറ്റായിട്ടുള്ള ഡ്രോയർ ഒരിക്കലും തുറക്കില്ല. അതെ, ആക്ച്വലി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. വെരി വെരി സോറി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ആൻഡ് ബൈ. ഓക്കെ, ടേക്ക് കെയർ. ഇതിപ്പോ ഞാൻ എവിടെ വെക്കും? ഇനി ഇതെങ്ങാനും കാണാതെ പോയാൽ അത് മതി ഗിരിധരന്. ഗിരിധറും ഫുട്ബോളും നന്നായിരിക്കുന്നല്ലോ. കാണാൻ രണ്ടുപേരും ഒരുപോലെയാണെന്നുള്ള ഒരു സാമ്യമേ ഉള്ളൂ. ഇത് ഉറപ്പായും ആകാശിനെ പറ്റി തന്നെയാ, ഉറപ്പ്. ഇനി എന്നെ പറ്റി എന്നാണാവോ ഗിരിധർ ഇങ്ങനെ എന്തെങ്കിലും എഴുതാൻ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന ബിസിനസ് ടൈക്കൂൺ ഗിരിധർ നമ്പ്യാർ ചെറുപ്പത്തിൽ ഇതുകൊണ്ടാ കളിച്ചിരുന്നല്ലേ? ആലോചിക്കാൻ എന്ത് കൗതുകമുള്ള കാര്യങ്ങളാ. ഇപ്പോഴത്തെ ഗിരിധറിനെ എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഗിരിധറിന്റെ കുട്ടിക്കാലത്തെ തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തോന്നുന്നു എനിക്കിപ്പോ. ഗിരിധറിന്റെ കുട്ടിക്കാലം ശരിക്കും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. In that case, we can take our decision after that. സുമിതി ഇനി അലമാര തുറന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവോ? What happened, Mr. Nambiar? No, nothing. I just need to make an urgent phone call. I'll be back. Please excuse me. Sure. Take your time. Thank you.
ഹലോ. അതെ, ആ ഹാർഡ് ഡിസ്ക് എടുത്ത ശേഷം വാർഡ്രോബ് ഭദ്രമായിട്ട് അടച്ചു വെച്ചില്ലേ? അത് പിന്നെ അടയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. കാര്യം കഴിഞ്ഞാ പിന്നെ അത് അടച്ചു വെക്കാൻ എന്താ ഇത്ര താമസം? ഞാൻ അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ ഗീസറിന്റെ ചില സാധനങ്ങളൊക്കെ കണ്ടത്. എന്ത് സാധനങ്ങള്? അല്ല, ഗീസറിന്റെ കുട്ടിക്കാലത്തെ എന്തോ ചില... അതൊക്കെ ഇയാൾ എന്തിനാ എടുത്തേ? ആ ചോക്ലേറ്റ് ബോക്സ് എടുത്തോ? അത് ഞാൻ തുറക്കാൻ പറ്റാതെ... അതൊരു കാരണവശാലും തുറക്കരുത്. അതെന്താ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി സുമിതേ. ഭാരിച്ച ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. മറ്റുള്ളവരുടെ പേഴ്സണൽ സാധനം എടുത്താണോ കളിക്കുന്നത്? പേഴ്സണൽ സാധനോ? ഈ പഴയ ചോക്ലേറ്റ് ബോക്സോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ സുമിതേ? അതെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ ഭദ്രമായിട്ട് തിരിച്ചു വയ്ക്കേ. വാർഡ്രോബ് അടയ്ക്കാൻ. ശരി. ഇത് ഇത്രയും വില കൂടിയ സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓ, അച്ഛൻ ഉറങ്ങിയില്ലേ? നന്ദു ഉണരും. പാവം പണിയെടുത്ത് ക്ഷീണിച്ചുറങ്ങുക. സത്യത്തിൽ ഇങ്ങനൊരു പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോ നമ്മളെല്ലാവരും ഇവളുടെ കാര്യം ഓർക്കാതെ പോയി. അവളുടെ മുറി നിങ്ങൾക്കായി ഒഴിഞ്ഞു തന്നതോടെ ഇവിടെ അവളുടെ ഉറക്കം ഇന്നിരെങ്കിലും ഓർക്കേണ്ടതായിരുന്നു. അച്ഛന് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ വെച്ച് നടത്താൻ തീരുമാനമെടുത്തത് ഞാനും നിന്റെ അമ്മയും കൂടിയല്ലേ? അപ്പൊ പിന്നെ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ? സാനിയ പാർട്ടിക്കായി പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പറയേണ്ടി വന്നത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ കാരണമാ അച്ഛനെന്ന് അയൽക്കാരുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നത്. നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. ഇതൊന്നും ഇത്ര മോശപ്പെട്ട അവസ്ഥയിൽ അവസാനിക്കുമെന്ന് നമ്മളാരും വിചാരിച്ചതല്ലല്ലോ. ഞാനും കൂടി എടുത്തൊരു തീരുമാനം ഇങ്ങനെ ആയിപ്പോയി. പോട്ടെ മോനെ. സാനിയ ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടതെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ശ്രീകുട്ട. പാർട്ടിയും പാട്ടും ഡാൻസും നൈറ്റ് ലൈഫും ഒക്കെ അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിസമ്പന്നതയും ആർഭാടവും ഒക്കെ ജനിച്ച നാള് മുതൽ കണ്ടു വളർന്നവളാണ് അവള്. അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പറ്റണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവാൻ അവൾക്കും സാധിക്കണ്ടേ അച്ഛാ? ഗിരിയേട്ടന്റെ വീട്ടില് അവൾ അനുഭവിച്ച ലക്ഷറീസ് ലൈഫൊന്നും എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യങ്ങളൊന്നും അല്ല അച്ഛാ. നോക്ക്, കരയിൽ പിടിച്ചിട്ട മീന്റെ അവസ്ഥയിലാ ആ കുട്ടി ഇപ്പോ. അവളുടെ പ്രയാസങ്ങൾ എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. എല്ലാത്തിന്റെ പരിഹാരം കാലമാണ്. പോകെ പോകെ അവൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടോളും. പതിയെ അവളെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുവരെ അവളെ നീ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പോണ്ട. അച്ഛനും അമ്മയും അവളെ മനസ്സിലാക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ ആശ്വാസം. നേരെ ഒരുപാടായി അച്ഛൻ ചെന്ന് കിടക്ക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തീർന്നു എന്ന് തന്നെ പറയാല്ലേ ജെയിംസേ? അതെ സാർ. ഇനിയിപ്പോ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഡാറ്റാസും കൂടെ കിട്ടിയാൽ മതി. അത് മെയിൽ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ നാളത്തെ ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോകാലോ അല്ലേ? ഷോ സാർ.
ട്രാവൽ ഏജൻസി വിളിച്ച് ഞാൻ ടിക്കറ്റ് പറയാം. ആ അല്ല സാർ, US വന്നിട്ട് ഷോപ്പിംഗ് ഒന്നും നടത്തുന്നില്ലേ? ഞാൻ ഷോപ്പിങ്ങിനാണോ ജെയിംസ് ഇവിടെ വന്നിരിക്കുന്നത്? ബിസിനസ് ആവശ്യത്തിനല്ലേ? അത് ശരിയാ. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ, ഐ മീൻ, അത് അവർ എക്സ്പെക്ട് ചെയ്യില്ലേ? പെണ്ണുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ സാർ? ഏയ്, അവൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് അല്ല ജെയിംസേ. ആ, ഇതാണ് സാർ നമ്മൾ ആണുങ്ങളുടെ കുഴപ്പം. ഭാര്യ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അപ്രതീക്ഷിതമായി നമ്മളൊരു സമ്മാനം കൊടുത്താ അവർക്കത് വലിയ സന്തോഷമല്ലേ സാർ? ഇവിടുന്ന് എന്താ ഇപ്പൊ ഞാൻ വാങ്ങുക? എന്തേലും ഡ്രസ് മെറ്റീരിയൽ ആയാലോ? ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്റെ വൈഫിന് ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സ് ആണ് വാങ്ങിക്കാറുള്ളത്. ഓ, കൺഫ്യൂഷൻ വേണ്ട, സാറ് വേണമെങ്കിൽ വൈഫിനെ ഒന്ന് വിളിച്ചു ചോദിച്ചോളൂ. അത് കറക്റ്റാ. ഹലോ. ഉറക്കത്തിനിടെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എന്റെ ഉറക്കം എപ്പോഴേ പോയി. സോറി. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. കബറിന്റെ കാര്യമാണെങ്കിൽ ടെൻഷൻ വേണ്ട കേട്ടോ. അത് ഞാൻ പൂട്ടി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഏയ്, അതൊന്നുമല്ല. സുമതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറവേതാ? പാതിരാത്രിയിൽ വിളിച്ചു ചോദിക്കാൻ പറ്റിയ ചോദ്യം. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്തിനാ? അതെ, ഞാനിവിടെ USA വന്നപ്പോ ഇയാൾക്കൊരു ലേഡീസ് ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. വേണ്ട, എനിക്കിപ്പോ ബാഗിന്റെ ആവശ്യമൊന്നുമില്ല. അതൊന്നും വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ. വേണോ വേണ്ടയോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. ഏത് കളറാ വേണ്ടത്? വൈറ്റ്. ശരി. അയ്യോ വേണ്ട, വൈറ്റ് വേണ്ട, പെട്ടെന്ന് ചെളി പിടിക്കും. പിന്നെ ഏത് വേണം? ഒരു കാര്യം ചെയ്യ്, വൈറ്റ് അല്ലാതെ ഗിരിധറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ വാങ്ങിച്ചോ. ഓക്കെ, ബൈ. അപ്പോ പോയത് ബിസിനസ് മീറ്റിംഗിനാണെങ്കിലും എന്നെ മറന്നിട്ടില്ല. സന്തോഷം. എക്സ്ക്യൂസ് മീ മാഡം. വരൂ. മാഡം പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. താങ്ക് യു. ഓക്കെ. അതെ, എന്റെ ഗണപതി ഭഗവാനെ, ഞാനൊരു തിരി കത്തിച്ചു വെക്കാൻ പോവാ. അത് കാരണം ശ്വാസം മുട്ടുന്നൊന്നും പറഞ്ഞേക്കരുത്. അയ്യോ, ദൈവമേ, തിരിയേ, ചേച്ചിയേ, മുത്തശ്ശിയേ, എല്ലാരും ഓടി വായോ. തീ തീ തീ, ആളിൽ ഓടി വായോ. അയ്യോ, എന്താ? എനിക്കറിയില്ലെന്നേ, രാവിലെ തൊട്ട് കേൾക്കുന്ന. അയ്യോ, ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഫയർഫോഴ്സിനെ വിളിക്കേ. ഫയർഫോഴ്സിനെയൊക്കെ പിന്നെ വിളിക്കാം. ഞാൻ രക്ഷപ്പെടട്ടെ. അമ്മോ, പച്ചക്ക് കത്തിച്ചേ അടങ്ങുള്ളൂ. എന്താ ദാമോദര, അടുക്കളയിൽ എന്തെങ്കിലും? ഇല്ല മേഡം. അലാം ഏത് റൂമിൽ നിന്നാണെന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യ്. ചെല്ല് ദാമോദര, ചെല്ല്. ഈ മണ്ടന്മാരെന്തോ കാട്ടിക്കൂട്ടിയതാ, അല്ലാതെ ഒന്നുമല്ല. മേഡം, എന്താ അലാറം കേട്ടത്? ഗിരിക്കുഞ്ഞിന്റെ റൂമിലാ. ആ, അപ്പൊ പിന്നെ മണ്ടത്തരം എന്തോ കാട്ടിക്കൂട്ടിയത് വേറെ ആരുമല്ല, സുമിത തന്നെയാ. സുമിത, എന്താ ഇവിടെ സംഭവിച്ചത്? ഇത് ഈ വീട്ടിലെന്റെ ആദ്യത്തെ ദിവസമാണല്ലോ ഓർത്താ ഞാൻ കുളിച്ചു വന്ന് തിരിവെച്ചത്. അപ്പൊ ഇതിങ്ങനെ വീട്ടിൽ വെച്ച് ഞാൻ എന്നും ചെയ്യുന്നതായിരുന്നു. ഫയർ അലാം സെറ്റ് ചെയ്തിരിക്കുന്ന റൂമിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു തമാശ കാണിക്കൂ? എന്ത് മണ്ടത്തരാ സുമിത ഇത്? കൺട്രോൾ ചേച്ചി, കൺട്രോൾ. എടേ, ആരേലും പോയാ നശിച്ച അലാറം ഒന്ന് ഓഫ് ചെയ്യൂ. ചെവി തല കേൾക്കൂലോ. സോറി, റിയലി സോറി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓക്കെ മോളെ. മോള് മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലെന്ന് എനിക്കറിയാം. നീ ഇവിടെ ചന്ദനത്തിരി കത്തിച്ചപ്പോ അതിന്റെ പുക മുകളിലേക്ക് ഉയർന്ന് ആ സെൻസറിൽ തട്ടി. അതുകൊണ്ടാ ഫയർ അലാം ആക്ടിവേറ്റ് ആയത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. സുമിത മോളെ, ഈ മുറിയിൽ ഒന്നും കത്തിക്കാനുള്ള അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ
എല്ലാ ദിവസവും ഫയർ അലാം ആക്ടിവേറ്റ് ആവും. ഞങ്ങളുടെ ഉറക്കവും കെട്ടുപോവും. സുമിതയ്ക്ക് ചന്ദനത്തിരി കൊണ്ടുവന്ന് കൊടുത്തത് ആരാ? ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാ കൊണ്ടുവന്ന് കൊടുത്തതെന്ന് പറഞ്ഞോട്. ഞാനാണ് മാഡം, മാപ്പാക്കണം. ദാമോദര, ഇവൻ എത്ര നാളായി ഇവിടെ പണിക്ക് വന്നു തുടങ്ങിയിട്ട്? പുതിയ ആളാണ് മാം. ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞേക്ക്. പോയിക്കോ പോയിക്കോ. അയ്യോ അമ്മേ, അത് അവരുടെ തെറ്റല്ല, തെറ്റ് എന്റേതാണ്. ഈ ചന്ദനത്തിരിയും തീപ്പെട്ടിയൊക്കെ ഞാനാ ചോദിച്ചു വാങ്ങിച്ചത്. നോ സുമിത, ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ ഈ വീട്ടിൽ പുതിയ ആളല്ലേ. ഇവിടുത്തെ രീതികളെ പറ്റി നിനക്ക് എന്തറിയാം? പക്ഷേ ഇവരെല്ലാം ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാ. നിങ്ങൾ എന്തുകൊണ്ട് സുമിതയോട് ഇവിടെ ഒന്നും കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തില്ല? സുമിതയ്ക്ക് ഈ വക കാര്യങ്ങളൊന്നും ശീലമില്ല എന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെപ്പോലെയൊക്കെ വളരെ ചെറിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവളാ ഇവളും. നിങ്ങളെല്ലാവരും താമസിക്കുന്നത് പോലെ ഒരു ചെറിയ വീട്ടിലാ സുമിതയും താമസിച്ചിരുന്നത്. ഇതുപോലെയുള്ള വലിയ വീട്ടിലെ സിറ്റുവേഷൻസ് ഒന്നും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. യു റിലാക്സ് മോളെ. ഇനി നിനക്ക് ചന്ദനത്തിരി കത്തിക്കണമെന്ന് തോന്നിയാലേ താഴെ പൂജാമുറിയിൽ ചെന്നിട്ട് വേണം കത്തിക്കാൻ, കേട്ടോ? ഇവിടെ പൂജാമുറിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നമ്മേ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാ മതി. എടാ വായി നോക്കി നിൽക്കാതെ ആ ചന്ദനത്തിരി എടുത്തോണ്ട് കളയി. അതോ അതിന് പ്രത്യേക അപേക്ഷ തരണോ? അയ്യോ, എടുത്തു കൊണ്ടു. വിഘ്നേശ്വരന് തിരി കത്തിച്ച് ഇപ്പൊ മൊത്തം വിഘ്നമാക്കിയാനെ. എന്റെ ദൈവം. എന്റെ വീട്ടിൽ നിന്നും എത്ര വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇന്നത്തെ ആ സംഭവം എന്നെ അതാണ് പഠിപ്പിച്ചത്. വിവാഹ കള്ളം. അങ്ങനെ ആയിരുന്നെങ്കിലേ അച്ഛൻ എന്താ എന്നെ ഒന്ന് ഫോൺ എടുത്ത് വിളിക്കാത്തത്? മോളെ അത് ഒന്നും പറയണ്ട. ഞാൻ അവിടുന്ന് പോയതോടെ എന്നെ ആർക്കും അവിടെ ഒരു ഓർമ്മ കൂടി ഇല്ലല്ലേ. ഒരിക്കൽ പോലും നിങ്ങൾ ആരും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ. എപ്പോഴും ഞാൻ അങ്ങോട്ടല്ലേ വിളിക്കുന്നേ? അയ്യോ, അത് ഞങ്ങളാരും നിന്നെ കുറിച്ച് ഓർക്കാത്തതുകൊണ്ടല്ല സുമി. സത്യം പറഞ്ഞാൽ നിന്നെ കുറിച്ച് ഓർക്കാതെയും പറയാതെയും ഇവിടെ ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല. നിന്നെ ഒന്ന് കാണാനും മിണ്ടാനും ഒക്കെ അച്ഛൻ എന്ത് കൊതിയുണ്ടെന്ന് അറിയാമോ? എന്നാ പിന്നെ അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്നൂടെ? വേണ്ട, ഒന്ന് വിളിക്കെങ്കിലും ചെയ്തൂടെ അച്ഛാ? അങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യുന്നത് ശരിയാവില്ല മോളെ. നീ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലല്ലേ, അത് നീ മറക്കരുത്. നിന്റെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതും അടിക്കടി വിളിക്കുന്നതൊന്നും നന്നാവില്ല. അവരെന്ത് വിചാരിക്കും മോളെ? ആരെന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല. അച്ഛൻ എന്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ നേരവും കാലവും നോക്കുന്നതിനാ? അച്ഛൻ എന്റെ അടുത്ത് എപ്പ സംസാരിക്കണം തോന്നിയാലും അപ്പൊ അങ്ങ് വിളിച്ചോണം. വിളിക്കാതിരിക്കരുത് കേട്ടോ. ഓ, സമ്മതിച്ചു. അച്ഛൻ വിളിച്ചോളാം. പോരെ? അതൊക്കെ പോട്ടെ. നിനക്കവിടെ സുഖം തന്നെയല്ലേ മോളെ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. അച്ഛാ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ നീ മൊബൈൽ സെറ്റ് ചെയ്തതുകൊണ്ട് മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. ഇവിടെ നീ ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല.